ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഡിസ്കിന്റെ കേസ് വന്നപ്പോ നിങ്ങൾക്ക് വേറൊരു സാധനം നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിയോ? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള എത്ര കേസാ? ഒന്നെങ്കിൽ നമുക്ക് ഡാർട്ട് ബോർഡിന്റെ സൈസ് വളരെ വലുതായിട്ട് കൂട്ടാം, ഡാർട്ട് ബോർഡിന്റെ സൈസ് വളരെ ചെറുതായിട്ട് കുറയ്ക്കാം. അതുപോലെ തന്നെ ഡാർട്ട് ബോർഡ് നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരം കൊണ്ട് ഒരുപാട് അടുത്ത് വെക്കാം. അപ്പൊ പ്രോബബിലിറ്റി മാറുമോ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ എങ്കിൽ വേറൊരു കേസ് കൂടെ ഉണ്ട് ഇവിടെ. എന്താണെന്നറിയാം? എറിയുന്ന ഡാർട്ടിന്റെ സൈസ്. ദാറ്റ് റിയലി മാറ്റേഴ്സ്. അതായത് നമ്മൾ യൂഷ്വലി എറിയാറുള്ള ഡാർട്ടിന്റെ അറ്റത്തുള്ള പോയിന്റ് ഇല്ലേ, അതെന്തുമാത്രം തിക്നെസ് ഉണ്ട്? വളരെ കുഞ്ഞതല്ലേ? ഓക്കെ. അപ്പൊ അത് വെച്ച് ഞാൻ ഈ സെന്ററിൽ എറിഞ്ഞാൽ ഈ സെന്ററിൽ വന്ന് കൊള്ളാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷെ ഞാൻ വേറൊരു കേസ് പറയട്ടെ. ഒരു പിസ എടുത്തിട്ട് ഞാൻ ഈ ഡാർട്ട് ബോർഡിൽ എറിഞ്ഞാൽ അത് വന്ന് ഈ സെന്ററിൽ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും അല്ലേ? ഓഫ് കോഴ്സ്, വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ, ഇവിടെ നോക്കിയാൽ ഡാർട്ടിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ ഞാൻ ഒരു ഡാർട്ട് എറിഞ്ഞാണ്ടേ, ഇതിന്റെ തിക്നെസ് എന്തോന്നാ ഈ കാണുന്ന വളരെ ചെറുതല്ലേ? വളരെ ചെറിയത്. ഇതിന് പകരം ഞാൻ ഒരു പിസ എടുത്ത് ഇങ്ങോട്ട് എറിയുന്നെങ്കിൽ ഓക്കെ, പിസ വന്നതാ ഈ പൊസിഷനിൽ കൊണ്ടാലും മതി, പിസ വന്ന് ഇവിടെ കൊണ്ടാലും മതി. പക്ഷെ സ്റ്റിൽ ഇവിടെ ഒരു പിസ വന്ന് കൊണ്ടെന്ന് വെച്ചോ, ഓക്കെ, ഇവിടെ ഒരു പിസ വന്ന് കൊണ്ടെന്ന് വെച്ചോ, ആ പിസയുടെ വലിപ്പം ഇത്രയും ഉണ്ടെങ്കിലോ ഓൾറെഡി ഈ ബുൾസൈക്ക് അത് കവർ ആയില്ലേ? സോ നമ്മൾ എറിയുന്ന പ്രൊജക്റ്റൈലിനനുസരിച്ച് നടുക്ക് വന്ന് കൊള്ളാനുള്ള സാധ്യത മാറും. അതായത് പ്രൊജക്റ്റൈലിന്റെ തിക്നെസ്. ഓക്കെ, അതെന്താണെന്നാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പ്രൊജക്റ്റൈലിന്റെ തിക്നെസ്. ഡാർട്ടിന്റെ ടിപ്പിന്റെ ഏരിയ പറയുന്നതിന് മുമ്പ് പറയേണ്ടുന്ന വേറെ കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്നേലും എറിയോ, അതായത് to be very frank, mathematically, the probability of hitting at a specific point in this dart board is 0. ഓക്കെ, അതായത് ഞാൻ ഈ ഡാർട്ട് ബോർഡ് എടുത്തിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ഈ പോയിന്റ് ഏത് പോയിന്റ് എടുത്താലും ദ പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ആക്ച്വലി 0. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്തോ, ഇവിടെ അല്ലേ ഹയസ്റ്റ് പ്രോബബിലിറ്റി, അപ്പൊ എവിടെയൊക്കെ കൊള്ളുന്നില്ല, നമുക്ക് കാണാൻ പറ്റുമല്ലോ. That's the difference between mathematical point and physical point. നമ്മൾ ഒരിക്കലും ഡാർട്ട് എറിയുന്നത് ഒരു പോയിന്റിലല്ല, ഒരു ടൈനി ഏരിയയില. മനസ്സിലായി? അതായത് നമ്മൾ ഡാർട്ട് എറിഞ്ഞാൽ ആക്ച്വലി ആ ഡാർട്ട് ചെന്ന് കൊള്ളുന്ന എങ്ങനാ, അതായത് നമ്മുടെ എറിയുന്ന ഡാർട്ടിന്റെ അല്ലെങ്കിൽ ആ ഡാർട്ടിന്റെ അറ്റത്ത് നീഡിലുണ്ടല്ലോ, അതിനൊരു തിക്നെസ് ഉണ്ടല്ലോ, ഒരു ചെറിയ സർക്കുലർ ഏരിയ. സോ അത്രയും പോയിന്റിലാണ് നമ്മൾ ഡാർട്ട് എറിയുമ്പോൾ ചെന്ന് കൊള്ളുന്നത്. മനസ്സിലായി? അല്ലാതെ ഒരു സിംഗിൾ പോയിന്റിലല്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിംഗിൾ പോയിന്റിനെ നിങ്ങൾ ഡാർട്ടിന്റെ ടിപ്പ് കൊള്ളുന്ന പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യില്ലേ. ഡാർട്ടിന്റെ ടിപ്പ് കൊള്ളുന്നത് ആക്ച്വലി ഒരു പോയിന്റിലല്ല ചെന്ന് ഈ ബോർഡില്, ഒരു ടൈനി ഏരിയയില, വളരെ ചെറിയൊരു ഏരിയ. അത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഡാർട്ട് ബോർഡിൽ എറിയുന്ന ഡാർട്ടിന്റെ ടിപ്പിന്റെ തിക്നെസ് അനുസരിച്ചിരിക്കും അത്. ഓക്കെ, ആ അത്ര ഏരിയയിലാണ് നമ്മൾ കൊള്ളിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും പ്യുവർലി ഒരു സിംഗിൾ പോയിന്റിലല്ല എറിയുന്നത്. മനസ്സിലായ? ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഏരിയയിൽ എറിയുന്നത്. ഇപ്പൊ ഞാൻ ബുൾസൈ എന്ന് പറഞ്ഞില്ല ഇത്രയും നേരം. ഇവിടെ വന്നൊരു ഡാർട്ട് കൊണ്ടാൽ ഓക്കെ, അല്ല ഞാൻ ഒരു ഡാർട്ട് എറിഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ, ഈ ഡാർട്ട് വന്ന് കൊള്ളുന്നത് ആക്ച്വലി വേണ്ടേ ഇത്രയും ചെറിയൊരു വട്ടത്തിലാ, കണ്ടില്ലേ? ഒരു ടൈനി ഏരിയയില, അല്ല സിംഗിൾ പോയിന്റിലല്ല. ആൻഡ് മാത്തമാറ്റിക്കലി നമുക്കൊരു സിംഗിൾ പോയിന്റിൽ എറിയാൻ പറ്റത്തില്ല. ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ ശരിയാ, പക്ഷെ മാത്തമാറ്റിക്കലി പറ്റത്തില്ല. ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ. ഒരു സിംഗിൾ പോയിന്റിന്റെ ഏരിയ എന്തോന്നാ? 0. നമ്മൾ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത് എന്താ? റിക്വയർഡ് ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. നമ്മുടെ റിക്വയർഡ് ഏരിയ, അതായത് നമ്മുടെ റിക്വയർഡ് സാധനം എന്താ? ഒരു പോയിന്റിലുള്ള പ്രോബബിലിറ്റി. ആ പോയിന്റിന്റെ ഏരിയ എന്താ? 0. കാരണം ഒരു പോയിന്റിന് വിട്ടും ഇല്ല ഹൈറ്റും ഇല്ല, അപ്പൊ അതിന്റെ ഏരിയ എന്താ? 0. അപ്പൊ എന്ത് പറ്റും? ആ പോയിന്റിലെ പ്രോബബിലിറ്റി ചോദിച്ചാൽ എന്തോന്നോ? ആ പോയിന്റിന്റെ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. ഈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഡാർട്ട് ബോർഡിന്റെ ഏരിയ, പക്ഷെ പോയിന്റിന്റെ ഏരിയ 0. അപ്പൊ പ്രോബബിലിറ്റി എന്താ? 0. ഇല്ലെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് റിയാലിറ്റി പറഞ്ഞു തന്നാൽ, ഞാൻ 0 എന്ന് പറഞ്ഞ ഈ ബുൾസൈ കൺസിഡർ ചെയ്യാം. ഞാൻ അതിലെ എറിഞ്ഞ് കൊള്ളിക്കാൻ നോക്കുന്നത്. അപ്പൊ എന്റെ ഡാർട്ട് വന്ന് കൊണ്ടു, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0 ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇച്ചോടെ ഒന്ന് സൂമിൻ ചെയ്ത് മൈക്രോസ്കോപ്പിക്ക് നോക്കിയാൽ അത് കൊണ്ടേക്കുന്ന 0-യിലല്ല, 0.0000001
ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും 0.000001 നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്തുകൂടെയെന്ന്. പറ്റത്തില്ല, മാച്ചിൽ അത് സമ്മതിക്കത്തില്ല. മാച്ചിൽ 0 ആവണമെങ്കിൽ 0.000000 അങ്ങനെ എത്ര 0 എടുത്താലും അങ്ങ് അറ്റം വരെ 0 ആവണം. പക്ഷെ നമ്മൾ എത്ര സൂമിൻ ചെയ്ത് പോകുമ്പോഴും നിങ്ങൾ നമ്പർ വന്ന് നോക്കുക, അതായത് 0 കഴിഞ്ഞിട്ട് ഒരു 100 0 ഇട്ട് കഴിഞ്ഞിട്ട് അത്രയും വരെ ആക്യുറേറ്റ് ആണെന്ന് വെച്ചോ. അപ്പൊ ഞാൻ എന്ത് പറയും, ഞാൻ ഇച്ചിരി കൂടെ സൂമിൻ ചെയ്യും, എന്നിട്ട് പറയും 0 കഴിഞ്ഞിട്ട് 100 0 പോയിന്റ് ഇട്ടിട്ട് 100 0 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 1000 0 കഴിഞ്ഞിട്ട് അവിടെ ഒരു 1 ഉണ്ടായില്ലെന്ന്. ഞാൻ എത്രത്തോളം സൂമിൻ ചെയ്യുന്നോ നിങ്ങൾ പറയുന്ന പോയിന്റ് പൊളിഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയാം മാച്ചിൽ 0 പോയിന്റ് ഇട്ടിട്ട് നമുക്ക് എത്ര നമ്പർ വേണേലും ഇടാം. മനസ്സിലായി? ഞാൻ സൂമിൻ ചെയ്യുന്നതോടെ അത് പൊളിയും. നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലായി? ഇല്ല, ഞാൻ പറയും എനിക്ക് 5 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അറിയേണ്ടത്. ചെന്ന് കൊണ്ടു മെഷർ ചെയ്ത് നോക്കി 5, ഞാൻ സൂമിൻ ചെയ്തു, അത് 5-ലല്ല, 5.000001 പൊളിഞ്ഞില്ലേ? 5.000001 ഈസ് നോട്ട് ആക്ച്വലി ഈക്വൽ ടു 5. കാരണം 5 എന്ന് പറഞ്ഞാൽ എന്താ, 5.000000 ഇൻഫിനിറ്റി വരെ 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുക എന്നാ എനിക്ക് ആ ഇൻഫിനിറ്റി വരെയുള്ള ഒരു പോയിന്റിൽ എറിയാൻ പറ്റത്തില്ലേന്ന്. പറ്റത്തില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടും ഇതിന് സൂമിൻ ചെയ്ത് നോക്കും. അപ്പൊ ചിലപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഒരു 1 കിട്ടും. സോ ടെക്നിക്കലി ഓക്കെ ആൻഡ് മാത്തമാറ്റിക്കലി ഒരു സിംഗിൾ പോയിന്റിൽ ഡാർട്ട് കൊള്ളിക്കാനുള്ള പ്രോബിലിറ്റി 0 ആണ്. അപ്പൊ ചോദിക്കും, നമ്മൾ ഇത്രയും നേരം ഇവിടെ ഈ റീജിയനിലല്ലേ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉണ്ട് ഡാർട്ട് കൊള്ളാൻ? അത് സിംഗിൾ പോയിന്റ് അല്ല, ടൈനി ഏരിയസ് ആണ്. അതായത് ഈ ഡാർട്ട് ടിപ്പിന്റെ ഏരിയ. മനസ്സിലായോ? ഓക്കെ, അതായത് ഈ കാണുന്ന ഡാർട്ട് ടിപ്പിന്റെ ഏരിയ ഉള്ള ടൈനി കൊച്ചു ഏരിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഇത്രയും നേരം പോയിന്റ്സ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് ഫിസിക്കൽ പോയിന്റ്. ഓക്കെ, ആൻഡ് റിയൽ ലൈഫിൽ ഇത് തന്നെയാണ് ആക്ച്വലി നടക്കുന്നത്. അതായത് നമ്മൾ എഞ്ചിനീയേഴ്സ് ആക്ച്വലി ടോളറൻസ് സെറ്റ് ചെയ്യും. അതായത് 5 കൊള്ളിക്കാണെന്നെങ്കിൽ ചെന്ന് കൊണ്ടാൽ അത് 5.000001 ആണെങ്കിലും അതിനെ 5 എന്ന് കൺസിഡർ ചെയ്താൽ. സോ ഈ ഒരു നോളജ് നിങ്ങൾക്ക് വേണം. നമുക്കൊരു സിംഗിൾ പോയിന്റിൽ ഒരിക്കലും കൊള്ളിക്കാൻ പറ്റൂല, കാരണം ദീസ് ആർ കണ്ടിന്യൂസ് വാല്യൂസ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് നമ്മുടെ തിക്നെസിന്റെ കേസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഇതെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മുടെ ഡാർട്ട് ബോർഡിനെ വിരിച്ചിടാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എറിയുന്ന നമ്മുടെ പ്രൊജക്ടൈലിന്റെ തിക്നെസ്, അതായത് നമ്മളിവിടെ നമ്മുടെ ഒരു ഡാർട്ട് ബോർഡ് എടുക്കുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലുള്ള അതേ ഡാർട്ട് ബോർഡ്, സാമാന്യം തരക്കേടില്ലാത്ത വലിപ്പമുള്ള, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദൂരത്ത് നിൽക്കുന്ന, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഡാർട്ട് ബോർഡ്. ഓക്കെ, ആ ഡാർട്ട് ബോർഡാണ് ഈ എടുത്തേക്കുന്നത്. നമ്മൾ എന്തോ ചെയ്യാൻ പോവാ, ഡാർട്ട് എറിയാൻ പോവാ. നമ്മൾ ഡാർട്ട് എറിയുമ്പോൾ എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്? ഈ കാണുന്ന സെന്ററിൽ അല്ലേ? അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിന്റ് ചെയ്ത് നമ്മൾ എറിഞ്ഞു. കൊണ്ടോ അല്ലെ കൊള്ളുവോ? സാധ്യത കുറവാ. കാരണം എന്താ, വളരെ കുറവ് സർഫസ് ഏരിയ. നമ്മൾ ഇത്രയും നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ ഒരു ഡാർട്ട് സപ്പോസ് ഒന്ന് എറിഞ്ഞു നോക്ക്. ഓക്കെ, അത് ഇവിടെ കൊണ്ട, നമ്മൾ ഉന്നം വെച്ച് ഇവിടാണ്, പക്ഷെ കൊണ്ടത് ഇവിടാണ്. ആക്ച്വലി കണ്ടേ, ഡാർട്ട് കൊണ്ട എത്രയും ഭാഗത്താ, ഇത്രയും കാണുന്ന വളരെ ചെറിയൊരു ഏരിയയിലാണ് ഡാർട്ട് കൊണ്ടത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഡാർട്ട് എറിഞ്ഞ അതേ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് അത്രയും തന്നെ വലിപ്പമുള്ള ഡാർട്ട് ബോർഡിലോട്ട് ഞാൻ ഒരു പീസ എടുത്തെറിയുക. ആ പീസയെ എക്സാക്ട് നടുക്കോട്ട് എയിം ചെയ്ത് എറിഞ്ഞത്, പക്ഷെ കൊണ്ടത് ഇവിടെ. അപ്പൊ ആ പീസ ശരിക്കും ബുൾസൈയിൽ കൊണ്ടിട്ടുണ്ടോ ഇല്ലയോ? അതെന്റെ ചോദ്യം. കൊണ്ടിട്ടുണ്ടല്ലോ. അതിന്റെ കാരണം എന്താ, ഒരു പിസയുടെ വലിപ്പം എന്തോ നമുക്കറിയാലോ. ആണ്ടേ, ഇത്രയെങ്കിലും ആ പിസ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചെറിയ പിസയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, വലിയ പിസയാണ് ഇത്രയെങ്കിലും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ സംഭവം നമ്മളൊരു പിസ എടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ബുൾസയെ കവർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതാണ് ആ ലോജിക്. അതായത് എന്താ പറ്റി, നമ്മൾ എറിഞ്ഞ പ്രൊജക്ടൈലിന്റെ ടിപ്പിന്റെ ഏരിയ കൂടുതലാണെങ്കിൽ അത് വന്ന് ബുൾസൈയിൽ കൊള്ളാനോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊള്ളാനുള്ള പ്രോബബിലിറ്റി കൂടുതലാ. അല്ലേ? നമ്മുടെ സ്പ്രേ പെയിന്റിന്റെ കേസ് തന്നെ നോക്കൂ. ഇവിടെ എന്താ, ഇവിടെ ഇപ്പൊ നമ്മുടെ കയ്യിൽ നീഡിലും ഉണ്ട് പ്ലേറ്റും ഉണ്ട്. ഞാൻ നീഡിലെടുത്ത് എറിയുക. ഓക്കെ, ഇതിപ്പോ നമുക്കറിയാം നമ്മൾ ഹിറ്റ് സെന്റർ കൊടുത്തോണ്ട് നടുക്കേ വന്ന് കുത്തു. പക്ഷെ എല്ലാ കേസിലും നടുക്ക് കൊള്ളണമെന്നില്ലല്ലോ. അതായത് ഇത് സ്പെസിഫിക് ഹിറ്റ് സെന്റർ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്. കാരണം ഞാൻ എറിയുക നോക്ക്, ഡാൾട്ട് പോലെ. അത് വന്ന് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട്, സപ്പോസ് അത് ഈ ഒരു പോയിന്റിലാ കൊണ്ടുപോയി നോക്ക്. അപ്പൊ എന്താ പറ്റും, നമ്മുടെ എയിം ഇവിടെ ആയിരുന്നു, പക്ഷെ കൊണ്ടത് ഇവിടെ, നമുക്ക് മിസ്സായി. ആണേ, നമുക്കറിയാവേ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ എന്ത് ചെയ്യാൻ പോവാ, നമ്മുടെ പ്ലേറ്റ് എടുക്കാൻ പോവാ. പ്ലേറ്റ് എടുത്തിട്ട് അത് എറിഞ്ഞ് ഈ സെന്ററിലോട്ട്. ഓക്കെ, ഈ കേസ് നമുക്കറിയാം സെന്ററിൽ തന്നെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നേരത്തെ നീഡിൽ കൊണ്ട് ഇതേ സ്ഥലത്ത് തന്നെയാണ് ഈ പ്ലേറ്റിന്റെ സെന്റർ വന്ന് കൊള്ളുന്നതെന്ന്. അങ്ങനെ കൊണ്ടാൽ പോലും സ്റ്റിൽ അത് ഈ സെന്ററിലെ ബുൾസൈ തന്നെ വന്ന് കവർ ചെയ്യും. കാരണം അതിനെന്താ,
അതിന് അത്രയും സർഫസ് ഏരിയ ഉണ്ട്. ഓക്കെ, അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, എക്സാക്ട് അതേ ലോജിക്ക് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഡാർട്ട് ബോർഡിലോട്ട് വരാം. ഇവിടെ ഇനി, അതായത് നമ്മളിവിടെ ഏരിയയുടെ കാര്യം പറയുമ്പം ആദ്യം നമ്മൾ പറഞ്ഞ ബോർഡിന്റെ സർഫസ് ഏരിയ അല്ലെ ബോർഡിന്റെ സ്പെസിഫിക് പാർട്സിൽ ഏരിയ, അതായത് ബുൾസൈഡ് ഏരിയ, ഈ ചുറ്റും കാണുന്ന റിങ്ങിന്റെ ഏരിയ. ഇപ്പൊ നമ്മൾ വന്നേക്കും നമ്മൾ എറിയുന്ന പ്രൊജക്ടൈലിന്റെ ഏരിയ. സോ നമ്മൾ ആക്ച്വലി ഇതിനെ എന്താ പറയുന്നത്, ഒരു കമ്പൈൻഡ് ഏരിയ ആയിട്ടാ. മനസ്സിലായോ? ഇൻഫാക്ട് അവരെ കമ്പൈൻഡ് ഏരിയ എന്നല്ല നമ്മൾ ശരിക്കും പറയാറ്, നമ്മൾ അവരെ കമ്പൈൻഡ് റേഡിയസ് ആയിട്ടാ കണക്ക് കൂട്ടുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ദാ ഞാൻ ഡാർട്ട് എറിഞ്ഞാൽ, ഓക്കെ, എന്റെ ഡാർട്ട് വന്ന് ഇവിടെ കൊള്ളാൻ, ഈ ബുൾസൈയിൽ കൊള്ളാൻ എവിടൊക്കെ വന്ന് കൊള്ളണം? അതെന്റെ ക്വസ്റ്റ്യൻ. ഞാനൊരു ഡാർട്ട് എറിഞ്ഞാൽ ആ ഡാർട്ട് വന്ന് ഈ ബുൾസൈയിൽ കൊള്ളാൻ ഇവൻ എവിടൊക്കെ കൊള്ളണം? വിയേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷെ ഇപ്പൊ മനസ്സിലാവും. അതായത് ഡാർട്ട് വന്ന് ഈ റെഡ് പാർട്ടിൽ മൊത്തം കൊണ്ടാൽ മതി. മനസ്സിലായോ? പക്ഷെ റെഡ് പാർട്ടി മാത്രം കൊള്ളുന്നതല്ല, വേറൊരു സാധനം കൊണ്ടുണ്ട്. ഡാർട്ട് വന്ന് ഈ ബോർഡറിൽ കൊണ്ടാലും മതി. മനസ്സിലായോ? ബോർഡറിൽ കൊള്ളുമ്പോൾ ഉള്ള കേസ് എന്താ? ഡാർട്ടിന്റെ പകുതി അകത്തും, അതേ ഞാൻ ടിപ്പാ പറയുന്നത്, ടിപ്പിന്റെ പകുതി അകത്തും ടിപ്പിന്റെ പകുതി വെളിയിലും ഇരിക്കും. മനസ്സിലായോ? ഈ ബോർഡറിലാ വന്ന് കൊള്ളുന്നതെങ്കിൽ ഡാർട്ടിന്റെ ടിപ്പിന്റെ പകുതി അകത്തും പകുതി വെളിയിലിരിക്കും. ഇനി ബോർഡറിൽ വന്ന് ഡാർട്ട് ഹാഫായിട്ട് കൊണ്ടില്ലെന്ന് നോക്ക്, ഡാർട്ടിന്റെ കാൽ ഭാഗം മാത്രമേ ഇതിന്റെ അകത്തുള്ളെന്ന് നോക്ക്, ബാക്കി മുക്കാൽ ഭാഗവും വെളിയിലാന്ന് നോക്ക്, എന്നാലും അത് ബുൾസൈലാ കൊണ്ടേ നമുക്ക് പറയാം. മനസ്സിലായോ? അതായത് നമ്മുടെ ഡാർട്ടിന്റെ ടിപ്പിന്റെ എത്രയിലും ഇച്ചിരി ഭാഗം ഈ റെഡ് പാർട്ടില് ബോർഡർ ക്രോസ് ചെയ്ത് അകത്തിരുന്നാൽ നമുക്ക് പറയാൻ പറ്റും അത് ആക്ച്വലി ബുൾസൈൽ ഹിറ്റ് ചെയ്യുന്ന. അതിന്റെ കാര്യം എന്താ? ഓക്കെ, ഡാർട്ടിന്റെ ടിപ്പിന്റെ മോസ്റ്റ് ഓഫ് ദ ഭാഗം വെളിയിലായിരിക്കും, പക്ഷെ സ്റ്റിൽ ചെറിയൊരു ഭാഗം എപ്പോഴും അകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? നമുക്ക് ആ ബുൾസൈൽ ഹിറ്റ് ചെയ്താൽ മതിയായിരുന്നു, ബുൾസൈൽ ഹിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോക്കിയാൽ ആക്ച്വലി ഈ ഞാനൊരു ഡാർട്ട് എറിഞ്ഞു, ആ ഡാർട്ട് വന്ന എക്സാക്ട് ടിപ്പിൽ കൊണ്ടുവന്ന് നോക്കി, ഈ അറ്റത്ത് കൊണ്ടിട്ട് നമുക്ക് പറയുന്നത് 1% മാത്രം ഈ റെഡിനകത്തും ബാക്കി 99% വെളിയിൽ വരുന്നെന്ന്, ആ ടിപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? അത് ബുൾസൈൽ കൊണ്ട്. അതിന്റെ കാര്യം എന്താ? അതിന്റെ 1% അകത്തുണ്ട്, ബാക്കി 99% വെളിയിലായിരിക്കുന്നത്. എന്നാലും എന്താ പറ്റി? കുറച്ച് അകത്തുണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഡാർട്ടിൽ ഹിറ്റ് ചെയ്തെന്ന്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിന്റെ എഫക്റ്റീവായിട്ടും ഈ കാണുന്ന എന്റെ സെന്റർ റേഡിയസ് എത്രയായി? ഈ കാണുന്ന ഡാർട്ടിന്റെ റേഡിയസിനോട് സെയിം ആയില്ലേ? നിങ്ങൾക്ക് അത് മനസ്സിലായില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു വിഷ്വലി ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഡാർട്ട് എറിഞ്ഞ് നോക്കാം, നിങ്ങൾക്ക് ലക്കുള്ള രീതിയിൽ ഏതെങ്കിലും വന്ന് കൊണ്ടിട്ടുണ്ടോന്ന്. ഓ, നോ ചാൻസ്, ഒന്നും കൊണ്ടിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, റീസെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഇമേജിൽ ഇപ്പൊ ഈ പറഞ്ഞ കോൺസെപ്റ്റ് എന്താന്ന് കാണിച്ചു തരാം. ഓക്കെ,